ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു പാവയ്ക്ക പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ പാവയ്ക്ക പച്ചടി നമ്മൾ കയ്പ്പ് കുറഞ്ഞ രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പാവയ്ക്ക ആയതുകൊണ്ട് കയ്പ്പ് എന്തായാലും ഉണ്ടാകും. നമുക്കങ്ങനെ തീരെ കയ്പ്പില്ലാത്ത രീതിയിലൊന്നും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേങ്കിൽ മാക്സിമം കയ്പ്പ് കുറഞ്ഞ രീതിയിൽ നമ്മൾ ഇന്നത്തെ പാവയ്ക്ക പച്ചടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കയ്പ്പ് കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് പാവയ്ക്ക പച്ചടി തയ്യാറാക്കുന്നതെന്ന് അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ പാവയ്ക്കയുടെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിത് ഇവിടെ 2 വലിയ പാവയ്ക്ക ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പാവയ്ക്ക പച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് വേണം പാവയ്ക്ക അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഏകദേശം 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കുക്കർ അടച്ചു വെച്ച് കൂടിയ തീയിൽ ഒരു വിസിലടിക്കുന്നത് വരെ വേവിക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക് കീറിയതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് തേങ്ങ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി വരും. ഇനി ഇതിലേക്ക് അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം. കടുക് നമ്മൾ അരച്ചെടുക്കാൻ പാടില്ല, ചതച്ചെടുക്കാനേ പാടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തേങ്ങ അരച്ചെടുക്കുമ്പോൾ കൂടെ തന്നെ കടുക് ചേർത്ത് കൊടുക്കാത്തത്. കടുക് നന്നായിട്ടങ്ങ് അരഞ്ഞു പോയാൽ അതിനൊരു കയ്പ്പ് രസം ഉണ്ടാകും. അപ്പോൾ ഇതാ നമ്മൾ കടുക് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കുക്കർ ഒരു വിസിലടിച്ച് നമ്മളത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി പാവയ്ക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം പാവയ്ക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇതിൽ കാണുന്ന ഈ ഒരു വെള്ളം, പാവയ്ക്ക വേവിച്ചെടുത്ത വെള്ളം നമ്മൾ മുഴുവനായിട്ടും ഊറ്റിക്കളയണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പച്ചടിക്ക് കയ്പ്പ് കുറഞ്ഞു കിട്ടും. കാരണം നമ്മൾ പാവയ്ക്ക വേവിച്ചെടുത്ത ആ വെള്ളത്തിലാണ് നമ്മുടെ പാവയ്ക്കയുടെ പകുതിയിലധികം കയ്പ്പ് ഉണ്ടാകുക. അപ്പോൾ അത് ഊറ്റിക്കളഞ്ഞാൽ കയ്പ്പ് കുറേ കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ആ വെള്ളം മുഴുവനായിട്ട് ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം പച്ചടി അധികം ലൂസ് ഉണ്ടാവില്ല, കട്ടിയായിട്ടായിരിക്കും ഉണ്ടാകുക. പിന്നെ ഇതിലേക്ക് ഇനി നമ്മൾ തൈര് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ലൂസായിക്കോളും. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ അരപ്പൊക്കെ ഒന്ന് തിളച്ച് കിട്ടണം. ഇപ്പോൾ അരപ്പ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പ് തൈര് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരിൻ്റെ അളവൊക്കെ തൈരിൻ്റെ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ അധികം ലൂസാകും.
ഇനി ഇത് തിളപ്പിച്ചെടുക്കാൻ പാടില്ല. തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ. ഇതിലേക്ക് നമ്മൾ കയ്പ്പ് കുറച്ചുകൂടി ഒന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത തൈരൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും 1/4 കപ്പ് തേങ്ങയും കൂടി വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തത് ഈ ഒരു പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തേങ്ങ കൂടി വറുത്ത് ചേർക്കുന്നത് ഈ ഒരു പച്ചടിയുടെ ടേസ്റ്റ് കൂട്ടും. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം നമുക്കിത് ജാറിലേക്ക് മാറ്റാവുന്നതാണ്. ജാറിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലാണെങ്കിൽ 1 മാസം വരെയൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പുറത്താണെങ്കിൽ ഇത് 2 ദിവസം വരെയൊക്കെ കേടുകൂടാതെ നിൽക്കും. പക്ഷേ ഇത് തൈര് ചേർത്തതായതുകൊണ്ട് തന്നെ പുറത്ത് വെക്കുമ്പോൾ പുളി കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.